ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പറക്കും തളിക എന്ന് പറയുന്ന ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ടാമത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി നൂറ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ടാണ് നൂറ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. 14 മിനിറ്റും 45 സെക്കൻഡും മാത്രമേ നൂറ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തി 9 പോയിന്റ് കൈക്കലാക്കിയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നെവിനാണ്. 18 മിനിറ്റും 21 സെക്കൻഡും 8 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഷാനവാസാണ്. 20 മിനിറ്റും 51 സെക്കൻഡും എടുത്ത് 7 പോയിന്റ് നേടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അനുമോളാണ്. 22 മിനിറ്റും 34 സെക്കൻഡും നേടി 6 പോയിന്റ് നേടിയിരിക്കുകയാണ്. അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സാവുമാനാണ്. 22 മിനിറ്റും 48 സെക്കൻഡും എടുത്ത് അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന സാവുമാനാണ്. 5 പോയിന്റ് നേടിയിട്ടുണ്ട്. അക്ബർ ആണെങ്കിൽ 6ആം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. 4 പോയിന്റ് നേടിയിട്ടുണ്ട്. 25 മിനിറ്റും 26 സെക്കൻഡുമാണ് എടുത്തിരിക്കുന്നത്. 7ആം സ്ഥാനത്ത് ആദിലയാണ്. 3 പോയിന്റുകളോട് നേടിയിരിക്കുകയാണ്. 27 മിനിറ്റും 11 സെക്കൻഡുമാണ് എടുത്തിരിക്കുന്നത്. 8ആം സ്ഥാനത്ത് ആര്യനാണ്. 2 പോയിന്റാണ് നേടിയിരിക്കുന്നത്. 32 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. 9ആം സ്ഥാനത്ത് അനീഷാണ്. 1 പോയിന്റാണ് നേടിയിരിക്കുന്നത്. 32 മിനിറ്റും 53 സെക്കൻഡുമാണ് അനീഷ് എടുത്തിരിക്കുന്ന സമയം. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണ്, ഏറ്റവും കൂടുതൽ പോയിന്റോട് കൂടി നൂറ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ 7 പോയിന്റും ഈ മത്സരത്തിൽ 9 പോയിന്റുമായിട്ട് 16 പോയിന്റോട് കൂടിയാണ് നൂറ നിൽക്കുന്നത്. നൂറ അതിമനോഹരമായിട്ട് തന്നെ ഗെയിം കളിച്ച് പോകുന്നുണ്ട്. ഇന്നലെ ആര്യനായിരുന്നെങ്കിൽ ഇന്ന് നൂറ അതിനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ സാവുമാൻ തന്നെയാണ്. സാവുമാൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ 5 ഇന്ന് 8 അങ്ങനെ 14 പോയിന്റോട് കൂടി രണ്ടാം സ്ഥാനത്തുണ്ട്. ഏറ്റവും പുറകിൽ അനീഷാണ്. അനീഷിന് ഇന്നൊന്നും ഇന്നലെ 3 പോയിന്റുകളായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടാസ്ക് അവസാനിച്ച് രണ്ടാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.